ഹലോ ഗൈസ്, എല്ലാവർക്കും റൈറ്റേക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് 7 സ്പീഡ് ഗിയർ സൈക്കിളിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അതുമാത്രമല്ല ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ അതിന് ഞങ്ങൾ വരുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബും എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നോക്കുന്നതിന് മുമ്പ് ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എങ്ങനെ നോക്കാം. അപ്പോൾ 7 സ്പീഡ് ഗിയർ സൈക്കിളിൽ ഇങ്ങനെ ഒരു ഷിഫ്റ്ററേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ബാക്കിൽ നമ്മൾ ഈ പല്ലുകളുടെ എണ്ണം 7 ഉണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യണം നോക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ 1-ലാണ് ഇട്ടിരിക്കുന്നത്. 1-ൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ചവിട്ടിയിട്ട് പോവാം. അതുമാത്രമല്ല നമ്മൾ 1-ലിട്ട് ഒരുപാട് സ്പീഡിൽ പോകരുത്. 1-ൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്തിൽ സൈക്കിൾ ഓട്ടിയിട്ട് പോവാം. അതാണ് നമ്മുടെ 1-ൻ്റെ ഗുണം. അതുമാത്രമല്ല നമുക്ക് കയറ്റങ്ങളൊക്കെ കയറാനാണ് 1 മെയിനായിട്ട് ഉപയോഗിക്കുക. ഇനി അടുത്ത് ഞാൻ ഷിഫ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നിർത്തിയിട്ട് സൈക്കിളിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യരുത്. നിർത്തിയിട്ട് സൈക്കിളിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് മൊത്തം കംപ്ലൈൻറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യണം. ഞാൻ ഷിഫ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഗിയർ 1-ലേക്കാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ 2-ലേക്ക് വരുന്ന കാണിച്ചു തരാം. ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1-ലേക്കുള്ളത് 2-ലേക്ക് ഇട്ടു. ഈ 2-ൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരിയുള്ള ഓഫ് റോഡൊക്കെ നമുക്ക് ഈ 2 കൊണ്ടുപോകാം. ഒരുപാട് കുത്തിയിട്ടുള്ള ഓഫ് റോഡിലൊക്കെ നമുക്ക് ഈ 2 കൊണ്ടുപോകാം. അപ്പോൾ അതാണ് 2-ൻ്റെ ഗുണം. ഇതിനടുത്ത് നമ്മൾ 3-ലേക്ക് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ 3-ലേക്ക് ഗിയർ വീണിട്ടുണ്ട്. അപ്പോൾ ഈ 3ത്തെ ഗിയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിഡിൽ ഗിയർ എന്ന് പറയും. ഈ മിഡിൽ ഗിയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള നോർമൽ റോഡുകളിലൊക്കെ ഇത് ഓട്ടിക്കാൻ സുഖത്തിൽ ഓട്ടിക്കാം. നോർമൽ റോഡിൽ ഓട്ടിക്കാൻ പറ്റിയ ഗിയറാണ് ഈ മിഡിൽ ഗിയർ, 3rd ഗിയർ. നമ്മൾ ഇനി 4th ഗിയറിലിടാം. അപ്പോൾ നമ്മൾ 4th ഗിയറിൽ ഇട്ടിരിക്കുന്നു. 4th ഗിയർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുണ്ടുകുഴിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൽ കൂടെ പോകാനാണ് ഈ 4th ഗിയർ. അപ്പോൾ 4th ഗിയറിൻ്റെ ഗുണം അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് 5th ഗിയറിലിടാം. ഈ 5th ഗിയറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരന്ന റോഡ്, അതായത് ഫ്ലാറ്റ് റോഡിൽ കൂടെ പോകാൻ പറ്റിയ ഒരു ഗിയറാണ് ഈ 5th ഗിയർ. 5th ഗിയറിൻ്റെ ഗുണം ഇതൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് 6th ഗിയറിലിടാം. അപ്പോൾ നമ്മൾ 6th ഗിയറിലിട്ടു. 6th ഗിയറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോർമൽ റോഡിലോ ഫ്ലാറ്റ് റോഡിലോ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റും. അതാണ് ഈ 6th ഗിയറിൻ്റെ ഗുണം. ഇനി നമുക്ക് 7th ഗിയറിലിടാം. അപ്പോൾ നമ്മൾ 7th ഗിയറിലിട്ടു. ഈ 7th ഗിയറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് റോഡിൽ കൂടെ വേണമെങ്കിലും നല്ല സ്പീഡിൽ, അതായത് 6th ഗിയറിനേക്കാൾ സ്പീഡിൽ നമുക്ക് 7th ഗിയറിൽ ഇട്ടിട്ട് പോവാം. അപ്പോൾ ഈ ഗിയറിൻ്റെ ഇതൊക്കെ ചേഞ്ച് ചെയ്യണമൊക്കെ ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ഷിഫ്റ്ററിൽ എൻ്റെ ഇത് ഷിമാനോൻ്റെ ഷിഫ്റ്ററാണ്. 7 വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇതിൽ കൂട്ടാനും ഇതിൽ ഇങ്ങനെ കുറയ്ക്കാനുമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ചിലപ്പോൾ സൈക്കിളിൻ്റെ ഷിഫ്റ്ററൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഷിമാനോൻ്റെയാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ എൻ്റെ ഷിമാനോൻ്റെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കത്തെ ഈ സാധനമാണ്. ഇതിൻ്റെ പേര് ഡിറൈലർ എന്നാണ്. ഈ സാധനം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം സൈക്കിൾ എങ്ങാനും പ്രത്യേകം മറിഞ്ഞ് വീഴുക വല്ലതും ഉണ്ടാകുമ്പോൾ ഈ സാധനം കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ കമ്പി തന്നിരിക്കുന്നതുകൊണ്ടോ ഇത് അതിനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഡിറൈലർ
നന്നായി നമ്മൾ ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് ഒരിക്കലും നമ്മൾ നിർത്തിയിട്ടിട്ട് ഗിയർ ചേഞ്ച് ചെയ്യരുത്. ചേഞ്ച് ചെയ്താൽ വേറെ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടാകും. അതുമാത്രമല്ല, നമ്മൾ പറഞ്ഞ പോലെ ഒന്നിലിട്ടിട്ട് നമ്മൾ സ്പീഡിൽ ഒരിക്കലും ഓട്ടിക്കരുത്. ഒന്നിലിടുന്നത് നമുക്ക് സ്മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നിലിടുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഈ 7 ഗിയറിൻ്റെ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ 7 ഗിയറിൻ്റെ വീഡിയോ വളരെ കുറവാണുള്ളത്. മൊത്തം 21 സ്പീഡ് ഗിയറിൻ്റെയാണ് ഷിഫ്റ്റ് ഒക്കെ കാണിക്കുന്നത്. 7 ഗിയറിൻ്റെ കുറവായതുകൊണ്ടാണ് ഞാൻ 7 ഗിയറിൻ്റെ ഇട്ടത്. നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിലേക്ക് ഗുഡ് ബൈ.